ഇതൊരു ചോദ്യമാണ്, ജീവിതത്തിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് എന്ത് നേടി എന്നുള്ളതല്ല, എന്ത് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തി? ഈ ലോകത്തിലെ മനുഷ്യരെ കാണിക്കാൻ നിങ്ങൾ എന്തൊക്കെ നേടി? വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്യാവോ? ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മനുഷ്യരെ കാണിക്കാൻ നമ്മൾ എന്തൊക്കെ നേടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ നേടി? കുറേ ഡിഗ്രി നേടിയിട്ടുണ്ടാവും, കുറേ ശമ്പളം, നല്ലൊരു ജോലി, ഇതൊക്കെ നമ്മൾ നേടിയല്ലേ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തെ സന്തോഷിപ്പിക്കാനും ലോകത്തിന് മുമ്പ് തല ഉയർത്താനും നമ്മളിങ്ങനെ നേടിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഇതാണ്: കർത്താവിന് വേണ്ടി നിങ്ങളെന്താണ് നഷ്ടപ്പെടുത്തിയത്? കർത്താവിന് വേണ്ടി നേടിയ കഥയല്ല, നഷ്ടപ്പെടുത്തിയ കഥയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തിയതിൻ്റെ കഥയിനിടയിൽ നിങ്ങളെ തന്നെ മറ്റൊരു നന്മയിലേക്ക് എത്തിച്ചതിൻ്റെ ചോദ്യമാണ്. നിങ്ങളെ തന്നെ വിശദീകരിക്കാൻ, നിങ്ങൾ തന്നെ ദൈവത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ ഒരാൾ വേണ്ടെന്ന് വെച്ച കഥയുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അവൻ എന്ത് പ്രയോജനം? ഒരുപക്ഷെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഇതിനപ്പുറത്തേക്കൊന്നിനെ നേടിയില്ലെങ്കിൽ പിന്നെ കാര്യം എന്താണ്? ഇങ്ങനെ ഒരു വിശുദ്ധൻ തന്നിൽ കേൾക്കപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ പേരിൽ തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് പിന്നീട് ക്രിസ്തുവിനെ പറയാൻ ഓടി നടന്നതിൻ്റെ ചരിത്രം വളരെ മനോഹരമായി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചരിത്രങ്ങളൊന്നും നമുക്ക് വിദൂരമല്ലല്ലോ. നമ്മുടെ മുമ്പിലും അതേ ചോദ്യം ഇന്ന് സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനമാണ്? ഈ നേടിയ നേട്ടങ്ങൾക്കൊടുവിൽ നിന്നെത്തന്നെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിലെ ദൈവബോധത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് പ്രയോജനം? തപസ്സുകാലം ഈ ദൈവ അവബോധത്തെ തിരിച്ചു പിടിക്കാനുള്ളൊരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ ചേർത്ത് പിടിക്കാനുള്ളൊരു സമയമാണ്. കുഞ്ഞുനാളിൽ ഒത്തിരി ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച ഈശോയെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ളൊരു സമയമാണ് ഈ ഒരു നാളുകൾ. ഒത്തിരി നാളത്തെ യാത്രയ്ക്ക് ശേഷം എവിടെയോ അകന്നു പോയൊരു ക്രിസ്തു സ്നേഹത്തെയും ക്രിസ്തുവിനെയും വീണ്ടും അതേ ദൂരം തിരിച്ചു നടന്നുപോയി സ്വന്തമാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ തപസ്സുകാലത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ ഓർക്കേണ്ടത് ഇനി മുതൽ ക്രിസ്തുവുമായൊരു അടുപ്പം നമുക്കുണ്ടാകണം, ദിവ്യബലിയുമായിട്ടൊരു അടുപ്പം ഉണ്ടാകണം, ദൈവവുമായൊരു ചേർന്ന ഇടമുണ്ടാകണം. അങ്ങനെ ഇടം കണ്ടെത്തേണ്ട ഇടമാണ് ദേവാലയം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക. ഏതൊക്കെ ഇടങ്ങളിലാണോ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുന്നത് അതൊക്കെ സുന്ദരമാണെന്ന് ഓർമ്മിപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.